ഒറ്റ തവണ കണ്ടാൽ മതി. ഓണപരീക്ഷയ്ക്ക് 5 മാർക്ക് ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. നിങ്ങളെല്ലാവരും ഒരു തവണ സ്കിപ്പ് ചെയ്യാതെ ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. മക്കളെ, നമുക്ക് ഈ മാസം നടക്കാനിരിക്കുന്ന ഓണപരീക്ഷയിൽ നമുക്ക് 2 ചാപ്റ്ററുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ് എക്സാമിലുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ് അല്ലെ, അളവുകളും യൂണിറ്റുകളും. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോഷൻ ആൻഡ് ഫോഴ്സ്, ചലനവും അതേപോലെ തന്നെ ഫലവും എന്നുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന ചോദ്യത്തിലേക്ക് ആയിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. വരാനിരിക്കുന്ന പരീക്ഷ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കട്ടെ ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വേഗം സ്പീഡുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നിങ്ങളൊരു ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, വേഗം സമം ദൂരം ബൈ സമയം. ഞാനിവിടെ ഇക്വേഷൻ വെച്ച് പ്രോബ്ലങ്ങളല്ല ചെയ്യുന്നത്. പകരം ഈ വേഗത്തിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് യൂണിഫോം സ്പീഡ്, സമവേഗം എന്നാണ് പറയാം. യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നു സമവേഗം. മറ്റൊന്ന് പറഞ്ഞാൽ നോൺ യൂണിഫോം സ്പീഡ്, അസമവേഗം. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രോബ്ലം രൂപത്തിലല്ലാതെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരും. അപ്പൊ ആദ്യം നമുക്ക് ഇത് എന്താ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓർത്തേക്ക് എന്താണ്, ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന് പറയാം. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. സിമ്പിൾ ആയിട്ട് അത്ര ഓർത്തു വയ്ക്കാം. അങ്ങനെയെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാലോ, തുല്യ സമയത്ത് തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ഓർത്തു വയ്ക്കുക. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാം. അപ്പോൾ യൂണിഫോം സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്. ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓർത്ത് വയ്ക്കാം. ഇത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു ചോദ്യം ഞാൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ABCD എന്ന 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാണ്. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും പേടിക്കേണ്ടത് അവിടെ ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ തവണ ഇത് കേട്ട പിന്നെ നിങ്ങൾ മറക്കില്ല. അപ്പൊ പരീക്ഷയ്ക്ക് വന്നാൽ മീസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന സമവേഗം അസമവേഗം തരംതിരിക്കണം. പറന്നിറങ്ങുന്ന വിമാനത്തിന്റെ ചലനം. വിമാനം ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ മെല്ലെ സ്ലോ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ സമവേഗമാണത്? അല്ല, അത് ഏതായിരിക്കണം? ഇത് അസമവേഗമാണ്. ഞാൻ എഴുതിയ ചില അസമവേഗം നോർത്തു വയ്ക്കാം. ഇനി തുല്യമായ ഇടവേളയിൽ തുല്യ ദൂരം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന കാറിന്റെ ചലനം. തുല്യമായ ഇടവേളയിൽ തുല്യ ദൂരം എന്ന് കേട്ടു, അപ്പൊ തന്നെ അതെന്തായിരിക്കും? അത് സമവേഗമാണ് അല്ലെ, യൂണിഫോം സ്പീഡ് നോർത്തു വയ്ക്കാം. അടുത്ത സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിൻ എന്ത് ചെയ്യുന്നു, സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒന്ന് പിന്നെ സ്പീഡ് ഇങ്ങനെ കൂടി വരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഏതായിരിക്കും? ഇത് അസമവേഗമാണ്. ശൂന്യത അതായത് വാക്കത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം അല്ലെങ്കിൽ സഞ്ചാരം എന്ന് പറഞ്ഞാൽ അത് സമവേഗമാണ്. ഏതായിരിക്കണം? സമവേഗമാണ്. ഓർത്തു വയ്ക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ സെറ്റാണ്. നോക്കിക്കോൾ, എന്താണ് ലാൻഡിങ് ഓഫ് എയറോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ, എയറോപ്ലെയിൻ ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ, അത് നോൺ യൂണിഫോം മോഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് എന്താണ്? എ കാർ ദാറ്റ് കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, അതേതാണ്? യൂണിഫോം സ്പീഡ് എന്ന് ഓർത്തേക്കുക. എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് എ സ്റ്റേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് മൂവ് ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പൊ അതേതായിരിക്കും? നോൺ യൂണിഫോം മോഷൻ ആണ്. ഇനി അടുത്ത ലാസ്റ്റ് വൺ ആണ് ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ വാക്വം. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഏതാണ്? അത് യൂണിഫോം മോഷൻ എന്ന് ഓർത്തേക്കുക. അപ്പൊ ഇങ്ങനെയുള്ളൊരു ചോദ്യം കണ്ടാൽ കുറെ പോയിന്റുകൾ തന്നിട്ട് നിങ്ങളുടെ ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഇതൊരൊറ്റ തവണ കേട്ട പിന്നെ ഏത് എക്സാമ്പിൾ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റ തവണ കണ്ടാൽ മതി. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ 2 ചിത്രങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഇതിൽ ഏതാണ് യൂണിഫോം സ്പീഡ്, ഏതാണ് നോൺ യൂണിഫോം സ്പീഡ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. ഒറ്റയടിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കണ്ടെത്താൻ പറ്റും. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ചിത്രത്തിലേക്ക് നോക്കാം. ഇവിടെ സമയം 0, 2, 4, 6, 8, 10 എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ഇവിടെ ഒക്കെ 2 സെക്കൻഡ് വെച്ച് കൂടി പോകുന്നു. അപ്പൊ ഇവിടെ 2 സെക്കൻഡ് വെച്ച് കൂടി പോകുന്നു, ഇവിടെയും 2 സെക്കൻഡ് വെച്ച് കൂടി പോകുന്നു. അപ്പൊ സമയം എന്താണ്? സെയിം ആണ്, ഈക്വൽ ആണെന്ന് ഓർത്തേക്കാം. ഇനി താഴെ നോക്കിക്കോളൂട്ടോ. 10, 20, 40, 60, 80, 100. അതായത് ഇവിടെ എപ്പോഴും എത്ര വെച്ചാണ് കൂടി പോകുന്നത്? 20 മീറ്റർ വെച്ച് കൂടി പോകുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? 20 മീറ്റർ വെച്ച് കൂടി പോകുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈക്വൽ ടൈം ആണ്, ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, തുല്യ സമയമാണ്, തുല്യ ദൂരമാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചിത്രം ഏതായിരിക്കും? അത്
സമവേഗമാണ്. ഏതായിരിക്കണം? സമവേഗം, യൂണിഫോം സ്പീഡ് എന്ന് ഓർത്ത് വയ്ക്കാം. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കുക. ആദ്യത്തെ ആൻസർ കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഈസി ആയിരിക്കും അല്ലേ? പക്ഷെ ഇങ്ങനത്തെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. അത് വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കുക, സമയം സെയിം ആണ് അല്ലെ? കണ്ടില്ല? ഇവിടെ സമയം നോക്കുക, സെയിം ആണ്. എല്ലാ ഭാഗത്തും 2 സെക്കൻഡ് വെച്ച് കൂടി പോകുന്നു. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 2 സെക്കൻഡ് വെച്ച് കൂടി പോകുന്നു. അതുകൊണ്ട് ഇവിടെ ടൈം എന്താണ്? ടൈം ഈക്വൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷെ ഡിസ്റ്റൻസ് നോക്കും. ഇവിടെ 0 നിന്ന് ആദ്യം 5 മീറ്ററിലേക്ക് എത്തി, പിന്നെ 20 മീറ്ററിലേക്ക് എത്തി, പിന്നെ 26 44 50. അപ്പൊ ഇവിടെ നോക്കുക, ആണല്ലേ? ആദ്യം 5 മീറ്റർ ആണ് ഡിഫറൻസ്, പിന്നെ വരുന്നത് 15 പിന്നെ 6 വരുന്നത്. അങ്ങനെ മാറി. അപ്പൊ തുല്യ ദൂരമാണോ ഇവിടെ? അല്ല. അപ്പൊ തുല്യ ദൂരമല്ല ഇവിടെ സഞ്ചരിച്ച്. അപ്പൊ ഈക്വൽ ടൈമാണ്, പക്ഷെ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചിത്രം ഏതായിരിക്കും? അസമവേഗം, നോൺ യൂണിഫോം സ്പീഡ് എന്ന് ഓർത്ത് വയ്ക്കുക മക്കൾ. അപ്പൊ ഈ ഒരു സമവേഗവും അസമവേഗവും, വേഗം സ്പീഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും, നമുക്ക് 2 ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഒന്ന്, നമുക്ക് കുറേ പോയിന്റുകൾ തന്നിട്ട് നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. രണ്ടാമത്തെ 2 ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും? അതിൽ ഏതാണ് യൂണിഫോം സ്പീഡ്, ഏതാണ് യൂണിഫോം സ്പീഡ് എന്ന് കണ്ടെത്താൻ പറയും. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ ഒരൊറ്റ തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ തവണ കേട്ടാൽ മതി, 5 മാർക്ക് ഉറപ്പ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരൊറ്റ തവണ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകൾ അടിപൊളിയാവട്ടെ. ഓരോ എക്സാമിന് മുന്നേയുള്ള ഓരോ കോണ്ടന്റ് വീഡിയോയും ഓരോ ഷോർട്ട് വീഡിയോയും എന്ത് ചെയ്യണം? നിങ്ങൾ കാണണം. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേര സമയത്ത് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവലംബകം, റഫറൻസ് ഒബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിളുകളൊക്കെ വെച്ചൊരു പാട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ സാധനം കൂടി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷ അടിപൊളിയാവട്ടെ. ഞങ്ങളുണ്ട് കൂടെ.